നമുക്ക് ലഭിക്കേണ്ട വിഹിതങ്ങളൊക്കെ തന്നെയും കുറയ്ക്കുന്ന ഘട്ടം ഘട്ടമായി ഇത് വലിയ രീതിയിൽ ഗണ്യമായി കുറച്ചു കൊണ്ടുപോകുന്ന ഒരു നിലപാടാണ് തുടരുന്നത്. വലിയ കടക്കണിയിലുകൾ, വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഇനി വരുന്ന ആളുകൾ സംസ്ഥാനത്തെ കാത്തിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ നിലവിലെ ഈ വിഭവം വെച്ച് എങ്ങനെ ഇനി മുന്നോട്ട് പോകാമെന്ന രീതിയിൽ സർക്കാർ ആലോചിക്കുമ്പോൾ ഈ ബജറ്റ് വരാൻ പോവുകയാണ്, നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഈ മുൻഗണനകളൊക്കെ നിശ്ചയിക്കണം സർക്കാർ. കൃത്യമായൊരു സാമ്പത്തിക നയം അല്ലെങ്കിൽ സർക്കാരിനുണ്ടാകണം, ഒരു എക്കണോമിക് അല്ലെങ്കിൽ സാമ്പത്തിക മാനേജ്മെൻറ്റ് കൃത്യമാകണം. ആ രീതിയിൽ എന്തെങ്കിലും നിർദ്ദേശം. കാരണം CPIയുടെ മുന്നിലിരിക്കുന്ന ഈ ഭക്ഷ്യവകുപ്പ് അടക്കം വലിയ സിവിൽ സപ്ലൈസ് ഒക്കെ വലിയ പ്രതിസന്ധിയിലാണ്, സാമ്പത്തിക കെണിയിൽ തന്നെയാണ്. ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ ഒരു മുൻഗണനാ ക്രമം പാലിച്ച് ഒരു സാമ്പത്തിക നയം മുന്നോട്ട് പോകണമെന്നൊക്കെ നിർദ്ദേശം സ്വാഭാവികമായി CPIക്ക് മുന്നോട്ട് വെക്കണ്ടേ? അതിൻ്റെ എല്ലാം മുഖ്യമായ പരിമിതിയോ തടസ്സമോ എന്താണ്? ഈ നയമാണ്. മുന്നോട്ട് പോകാൻ ഞങ്ങളെ സമ്മതിക്കാത്ത, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കാത്ത, ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു പഴുതും തരാത്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ആക്രമണം തന്നെയാണ് മുഖ്യ വെല്ലുവിളി. വളരെ ശരിയാണ്, പ്രയോറിറ്റി ഒരു വലിയ പ്രയോറിറ്റിയാണ് ഭക്ഷ്യമേഖല. കേരളത്തിൻ്റെ ദേശീയ തലത്തിലുള്ളൊരു വലിയ അംഗീകാരത്തിൻ്റെ മുഖമാണത്. മാവേലി സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഇതെല്ലാം കേരളം കാണിച്ചു കൊടുത്ത മാതൃകയാണ്. ഈ കേരളം എന്നും ഓർക്കും ഒരു CPI മന്ത്രിയെ, ഒരു LDF മന്ത്രിയെ, സഖാവ് ചന്ദ്രശേഖരൻ നായർ. അദ്ദേഹത്തെ കേരളം വിളിച്ചു, മാവേലി മന്ത്രി എന്ന് വിളിച്ചു. അതൊരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇടതുപക്ഷം എങ്ങനെയാണ് വിലവർദ്ധന കൊണ്ട് പൊറുതിമുട്ടിയ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് എങ്ങനെ ഇടപെടുമെന്നായിരുന്നു അന്ന് നയനാർ ഗവൺമെൻറ് കാണിച്ചു കൊടുത്തത്. ആ ഗവൺമെൻറ് ഫലപ്രദമായി ഇടപെട്ടു മാർക്കറ്റിൽ. അതിനുവേണ്ടി പൊതു നിയന്ത്രണത്തിലുള്ള കടകൾ ആരംഭിച്ചു. അതാണ് മാവേലി സ്റ്റോറുകൾ. അവശ്യ വസ്തുക്കൾക്ക് അവിടെ ന്യായമായ വിലയ്ക്ക് കിട്ടാനുള്ള അവസരമുണ്ടാക്കി. അങ്ങനെ കെട്ടിപ്പടുക്കപ്പെട്ട വലിയ സംവിധാനമുണ്ട് ഇവിടെ. അതുപോലെ ഒന്ന്, സമഗ്രമായ ഒന്ന് ഇന്ത്യയിൽ വേറെ എവിടെയുമില്ല. അതിൻ്റെ കടക്കൽ എത്തിവെക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്രത്തിലെ ഗവൺമെൻറ്. പക്ഷേ ഇനി അങ്ങോട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ഇനിയുള്ള പദ്ധതികൾ, തുടങ്ങിയ പദ്ധതികളൊക്കെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ പോലും, അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികം വലിയൊരു ഘടകം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തെ സാമ്പത്തിക സർക്കാർ, ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ആ ഒരു സാമ്പത്തിക നയം, അവിടെ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതൊക്കെ ശരിയായ രീതിയിൽ തന്നെയാണോ അവിടെ മുൻഗണനാക്രമം ഓരോന്നിനും നിശ്ചയിക്കുന്നത്? അതിലെന്തെങ്കിലും ഒരു ചെറിയ പാകപ്പിഴയോ എവിടെയെങ്കിലുമൊക്കെ വീഴ്ച പറ്റിയിട്ടുള്ളതായിട്ടോ CPI കരുതുന്നുണ്ടോ? ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സമീപനം പൊതുവെ ശരിയാണ്. ഈ ദേശീയ സാഹചര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഇത്രയും കടുത്ത വൈരാഗ്യം നിറഞ്ഞ സമീപനത്തിൻ്റെ ഭീഷണിയുള്ളപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പൊതുവിൽ കൈക്കൊള്ളുന്നതാണ് നയങ്ങൾ ശരിയാണ്. സാമ്പത്തിക രംഗത്ത് സമർത്ഥനായ ധനകാര്യമന്ത്രി നികുതി പിരിവിലെല്ലാം കാണിക്കുന്ന മുൻകൈ കേരളം കാണുന്നുണ്ട്, ഇന്ത്യ കാണുന്നുണ്ട്. പക്ഷേ ഒന്ന് ഞങ്ങൾ പറയുകയാണ്, നമ്മുടെ 10 രൂപ കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് 5 രൂപ കിട്ടുന്നുള്ളൂ. നമുക്ക് അവകാശപ്പെട്ടത് 10 രൂപയാണ്. ഇപ്പോൾ ആ 10 കിട്ടുന്നില്ല, 5 ഉള്ളൂ. ഈ 5 പങ്കിടുമ്പോൾ ആദ്യത്തെ പരിഗണന ആർക്കായിരിക്കണം എന്ന ചോദ്യമുണ്ട്. അതാണ് പ്രയോറിറ്റി. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷ കാഴ്ചപ്പാട് ഏറ്റവും അധികം കഷ്ടപ്പെടുന്നവരെ മറക്കരുതെന്നാണ്. ജീവിതം തള്ളി നീക്കാൻ പാടുപെടുന്ന മനുഷ്യരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. അങ്ങനെ പരിഗണിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് കേരളത്തിലേത്. ആ വഴിക്ക് ഗവൺമെൻറ് മുന്നോട്ട് പോകും എന്നുറപ്പ് ഞങ്ങൾക്കുണ്ട്. നിയമസഭാ സമ്മേളനം ഈ മാസം അവസാനത്തോടുകൂടി പകുതി പിന്നിടുമ്പോൾ വിളിച്ചു ചേർത്തേ പറ്റൂ. സ്വാഭാവികമായൊരു പുതിയ വർഷത്തെ ആദ്യ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപനത്തോടുകൂടി തന്നെയാണ് തുടങ്ങേണ്ടത്. സർക്കാരും ഗവർണറും ഇണങ്ങിയും പിണങ്ങിയും എവിടെയെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ ഇരു കൂട്ടരും മുന്നോട്ട് വന്നല്ലേ പറ്റും. വിട്ടുവീഴ്ച അവിടെ നിൽക്കട്ടെ. ഗവർണർ പദവി ആവശ്യമാണോ ഈ റിപ്പബ്ലിക്കിന്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഗവർണർ പദവി, ദ ഓഫീസ് ഓഫ് ദ ഗവർണർ അനാവശ്യമാണെന്നാണ്. ഗവർണർ പദവിയേ വേണ്ട എന്ന് പറയുന്ന CPI നിലപാട് എത്രയും ശരിയാണെന്ന് തെളിയിക്കുന്നുണ്ട് കേരളത്തിലെ ഗവർണറുടെ ഓരോ നടപടിയും. ഞാൻ പാർലമെൻറ്റിൽ
ഒരു സ്വകാര്യ ബിൽ അവതരിപ്പിച്ച ആളാണ്. ഗവർണർ പദവി എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ബില്ല് പോണ്ട സഭയ്ക്ക് മുമ്പിൽ. ആ സ്റ്റാൻഡിൻ്റെ ശരിയാണ് എന്ന് വ്യക്തമാക്കുന്നത്. പഴയ കൊളോണിയൽ ഭൂതകാലത്തിൻ്റെ ഒരു അവശിഷ്ടമാണത്. എനിക്ക് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ അറിയാം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭൂതകാലവും അറിയാം. അദ്ദേഹം പണ്ട് കൈക്കൊണ്ട നിലപാടെന്താണെന്ന് എനിക്കറിയാം. BJPയോട് ആ നിലപാട് ഇത്രമാത്രം എങ്ങനെ മാറിയെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇപ്പം അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? വിത്ത് ഓൾ റെസ്പെക്ട് ടു ദ ഗവർണർ, ഞാൻ പറയും ഇപ്പോഴത്തെ ഗവർണർ കേരളത്തിലെ രാജ്ഭവനെ BJPയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റുകയാണ്. BJPക്ക് സ്വന്തം നിലയ്ക്ക് അധികാരത്തിൻ്റെ എവിടെയും എത്താൻ കഴിയാത്ത BJPക്ക് ചെയ്യാനാകാത്ത കാര്യങ്ങൾ തനിക്കില്ലാത്ത അധികാരത്തിൻ്റെ ബലത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനെ BJPയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റുകയാണെന്ന് ഞാൻ പറയുന്നു. അക്കാദമിക് സ്ഥാപനങ്ങളിലേക്ക്, യൂണിവേഴ്സിറ്റികളിലേക്ക് RSSൻ്റെ ഒന്നാന്തരം സ്വയം സേവകന്മാരെ അദ്ദേഹം ഒളിച്ചു കടത്തുന്നു. ഞാൻ വീണ്ടും ഒരു കടത്ത വാക്ക് പറയുന്നു, ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സ്മഗ്ലിംഗ്. അത് രാഷ്ട്രീയ കള്ളക്കടത്താണ്. പക്വത പ്രാപിച്ച ഒരു ജനാധിപത്യത്തിൽ ഗവർണറുടെ ഓഫീസ് അനാവശ്യമാണ്. അത് അജഗളസ്തനമാണ്. ആടിൻ്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മുലയാണത്. അതിന് മുലപ്പാലൊന്നുമില്ല. അത് വേണ്ട എന്നാണ് CPIയുടെ അഭിപ്രായം. ഹൈ ടൈം ഗവർണർ പദവിക്ക് അന്ത്യം കുറിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ആർജവം കാണിക്കാനുള്ള സമയമായി.